6 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇളക്കം തട്ടാത്ത ചെങ്കോട്ടയായ എളവള്ളി പഞ്ചായത്തിനെ ഇനി സരിത നയിക്കും. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തനത്തിൽ സജീവമായ KU സരിത ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റാകും. കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈ നടുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു തർക്കത്തിൽ ABVP ആൺ ആക്രോശങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിയ ഒരു പെൺകുട്ടി SFIയുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. കേരളീയ സമൂഹം ആ പെൺകുട്ടിയെ അന്നേ ശ്രദ്ധിച്ചിരുന്നു. ആ പെൺകുട്ടി ഇന്ന് എളവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി മാറിയിരിക്കുകയാണ്. പാർട്ടി പുതിയ ചുമതല സരിതയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സരിത ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. എന്താണ് പുതിയ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ സരിതയുടെ ദൗത്യം എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. പാർട്ടി വലിയൊരു ചുമതലയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. എങ്ങനെ ആണ് അത് നോക്കിക്കാണുന്നത്? വർഷങ്ങളായി ഈ സംഘടനാപരമായിട്ടും രംഗത്തുണ്ട്. അതുകൊണ്ട് വലിയൊരു കുഴപ്പത്തിലേക്കൊന്നും പോവില്ല. ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് വിശ്വാസമുണ്ട്. തീർച്ചയായും എളവള്ളിക്ക് തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു. ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാനാണ് വലുത് എന്ന് കരുതി ഈ പാർട്ടിക്ക് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വെല്ലുവിളിച്ചതാണ്. ഇപ്പോൾ അവർക്കുള്ളൊരു മറുപടിയാണ് എളവള്ളി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട്. പാർട്ടി ഒറ്റക്കെട്ടായതിനെ നേരിട്ടു. ഏറ്റവും നല്ല വിജയം നമുക്ക് കാഴ്ചവെക്കാനായി. 18-ൽ 12 സീറ്റും LDFന് ജയിക്കാൻ സാധിച്ചു. അറുപത്തിനാല് വർഷം പിന്നിടുന്ന എളവള്ളി ഗ്രാമപഞ്ചായത്തിനെ നയിക്കാൻ ചെറുപ്പത്തിന്റെ പ്രസരിപ്പുമായി വിദ്യാർത്ഥി നേതാവ്. SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായ KU സരിതയെയാണ് പാർട്ടി നിയോഗിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലെ 8-ാം വാർഡിൽ നിന്ന് കന്നിയംഗത്തിൽ 189 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സരിത പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. വിദ്യാർത്ഥി സമരരംഗങ്ങളിൽ ശക്തമായ സാന്നിധ്യമായിരുന്ന സരിത പാർട്ടി തന്നെ ഏൽപ്പിച്ച നിയോഗത്തെ പൊതുപ്രവർത്തനത്തിലെ മറ്റൊരധ്യായത്തിനുള്ള തുടക്കമായാണ് കാണുന്നത്. സംഘടനാ പ്രവർത്തനത്തിലൂടെയും സമര പോരാട്ടങ്ങളിലൂടെയും ആർജിച്ചെടുത്ത ആത്മവിശ്വാസത്തിന്റെ കരുത്തിലാണ് സരിത പ്രസിഡന്റ് പദവി ഏറ്റെടുക്കാനൊരുങ്ങുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ LDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് പുതിയ ഭരണസമിതിയും ലക്ഷ്യം വയ്ക്കുന്നതെന്ന് സരിത CCTVയോട് പറഞ്ഞു. പുതിയ ഭരണസമിതി അടുത്ത ദിവസം പ്രസിഡന്റ് എന്നുള്ള ചുമതല ഏറ്റെടുക്കേണ്ട ഘട്ടമാണ്. എന്തായിരിക്കും പ്രസിഡന്റ് എന്നുള്ള നിലയിലുള്ള പ്രധാന വെല്ലുവിളി? എളവള്ളിയെ സംബന്ധിച്ച് 64 വർഷമായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്നൊരു പഞ്ചായത്താണ്. അപ്പോൾ ഭരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭരണ തുടർച്ച തന്നെയാണ് ഉണ്ടാവുക. ഇത്രയും നാൾ എങ്ങനെയാണോ ഇടതുപക്ഷം ഭരിച്ച് ഈ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അതുപോലെ തന്നെ മുന്നോട്ട് പോകും. സാധാരണക്കാരെ ചേർത്ത് നിർത്തി സാധാരണക്കാരുടെ ഒരു കേന്ദ്രമായിട്ട് പഞ്ചായത്തിനെ മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോഴങ്ങനെ തന്നെയാണ്. അതിൻ്റെ തുടർച്ച ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത്. പാർട്ടിയെ പിന്നിൽ നിന്നും കുത്തിയവർക്കും ജനവഞ്ചകർക്കും കനത്ത പ്രഹരമാണ് പഞ്ചായത്തിലേക്കു നടന്ന തിരഞ്ഞെടുപ്പിലെ ജനവിധിയെന്നും പഞ്ചായത്തിനെ കൂടുതൽ മികവോടെ ജനകീയ വികസന പദ്ധതികൾ നടപ്പിലാക്കി നയിക്കുമെന്നും നിയുക്ത പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അശോകൻ മൂക്കോലയെയാണ് പാർട്ടി നിയോഗിച്ചിട്ടുള്ളത്. പഠനകാലത്ത് SFI പ്രവർത്തകനായിരുന്ന അശോകൻ ജോലി സംബന്ധമായി ഏറെക്കാലം വിദേശത്തായിരുന്നു. 2018-ൽ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു. കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗമായിരുന്ന ഭാര്യ ജീനയുടെ പിൻഗാമിയായാണ് 14-ാം വാർഡിൽ നിന്നും അശോകൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. 165 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു കന്നിയംഗത്തിലെ വിജയം. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് പാർട്ടി നിയോഗിച്ച സരിതയ്ക്കും അശോകനും പാർട്ടി നേതാക്കളും പ്രവർത്തകരും മധുരം നൽകിയാണ് സ്വീകരിച്ചത്. പാർട്ടിയും ജനങ്ങളും തങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തെ കളങ്കപ്പെടുത്താതെ ജനപക്ഷ വികസനവുമായി ഭരണസമിതിയെ നയിക്കാനാണ് സരിതയുടെയും അശോകന്റെയും തീരുമാനം.